ബ്ലഡ്, ചോര, ഈ ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത്സ് നമുക്കാണെങ്കിൽ ഓട്ടോപ്സി ചെയ്യുമ്പോൾ ഈ സ്റ്റെയിൻഡ് ക്ലോത്ത് ബ്ലഡിൻ്റെ സ്റ്റെയിൻ ചെയ്ത ക്ലോത്ത്സുകൾ, തുണികൾ നമുക്ക് ഓട്ടോപ്സിയിൽ കിട്ടും. അത് ഷുഡ് ബി ഡ്രൈഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മളത് തീർച്ചയായിട്ടും അത് ഉണക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉണക്കണം, പക്ഷേ നമ്മൾ ഒരിക്കലും ചൂട് കൊടുക്കരുത്. ഹീറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഡ്രൈ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് വുഡ് ഡെറ്റോറേറ്റ് ദ സ്റ്റെയിൻ. ആ സ്റ്റെയിനിന് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്റ്റെയിൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ തുണി നമുക്ക് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് സെൻഡ് ചെയ്യാം. എന്താണ് അതിൻ്റെ ഒറിജിൻ ഓഫ് ബ്ലഡ്, അതെങ്ങനെയാണ് ആ ബ്ലഡ് അവിടെ ഉണ്ടായത്, ബ്ലഡ് ടൈപ്പ് എന്താണ്, DNA അനാലിസിസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഡ്രൈയിങ് ഈസ് നെസസറി, അതർവൈസ് പുട്രിഫാക്ഷൻ സെറ്റ്സ് ഇൻ. നമ്മൾ ബ്ലഡ് അവിടെ ഡ്രൈ ചെയ്യണം, അല്ലെങ്കിൽ അത് പുട്രിഫാക്ഷൻ ഉണ്ടാവും. ദിസ് വുഡ് മേക്ക് ബ്ലഡ് സ്റ്റെയിൻ അനാലിസിസ് ഇമ്പോസിബിൾ. സോ ഡ്രൈഡ് ആയിരിക്കണം, ചൂട് കൊടുക്കരുത്, ഡ്രൈഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. പിന്നെ ചെയിൻ ഓഫ് കസ്റ്റഡി ഷുഡ് ബി മെയിൻറ്റൈൻഡ് ബൈ മേക്കിംഗ് ആൻ ഇനിഷ്യൽ ഓൺ ദ സ്റ്റെയിൻഡ് ഒബ്ജക്റ്റ്. സ്റ്റെയിൻഡ് ഒബ്ജക്റ്റിൻ്റെ ഒരു ഇനിഷ്യൽ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡേറ്റ് കൊടുക്കണം, സീൽ ചെയ്യണം. എങ്ങനെയാണ് ബ്ലഡ് സ്റ്റെയിൻ നമ്മൾ കളക്ട് ചെയ്യുന്നത്? ബ്ലഡ് സ്ട്രെയിൻസ് ആണെങ്കിൽ ഒരു എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണ് കഴുകുന്നതിന്, വളരെയേറെ എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണ് വാഷിങ്ങിന്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈം സീനിലോ ഒരു ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ബ്ലഡ്ലെസ്, നമ്മളിപ്പം ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണ് വാഷിങ്ങിന്. സോ ഒരു ക്രൈം സീനിലോ ഒരു ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ബ്ലഡ് ഇല്ലെങ്കിൽ അറ്റംപ്റ്റ് ഷുഡ് ബി മേഡ് ടു ഡിറ്റക്ട് ബ്ലഡ് ബൈ അപ്ലൈയിങ് സ്യൂട്ടബിൾ ടെസ്റ്റ്. കുറച്ച് സ്യൂട്ടബിൾ ടെസ്റ്റുകളുണ്ട്. ഇപ്പം എക്സാമ്പിൾ ലൂമിനോൾ. ഈ ഗാർമെൻറ്റ്സ്, ബ്ലഡ് ഈസ് ഡിറ്റക്റ്റബിൾ ഈവൻ ആഫ്റ്റർ വാഷിങ്. ഈ നമ്മളിപ്പം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ബ്ലഡ് സ്റ്റെയിൻസ് നമ്മളിപ്പം ഒരു ഭാഗം കഴുകിയാൽ പോലും അത് എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മളത് ഡിറ്റക്ട് ബ്ലഡ് ബൈ അപ്ലൈയിങ് സ്യൂട്ടബിൾ ടെസ്റ്റ് ചെയ്യണം. എക്സാമ്പിൾ ലൂമിനോൾ ടെസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഗാർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബ്ലഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈവൻ ആഫ്റ്റർ വാഷിങ്. ഈവൻ ആഫ്റ്റർ ക്ലീനിങ് ബ്ലഡ് സ്റ്റെയിൻ ഹാവ് ബീൻ, നമുക്ക് ബ്ലഡ് സ്റ്റെയിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തുണികളിൽ അല്ലെങ്കിൽ നമ്മുടെ വെപ്പൺസിൽ ഒക്കെ സബ്മെർജ്ഡ് ഇൻ വാട്ടർ ഫോർ മന്ത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണ് വാഷിങ്ങിന്. സോ ബ്ലഡ്ലെസ് നമുക്കാണെങ്കിൽ ബ്ലഡ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെപ്പൺസിലോ ക്ലോത്തിലോ വെള്ളത്തിലോ വല്ലതൊക്കെ ഇട്ടാൽ പോലും ബ്ലഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനിയും ലിക്വിഡ് ബ്ലഡ് എന്താണ് ജനറൽ മെത്തേഡ് എന്ന് പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ബ്ലഡ് സോക്ക് ഇൻ ടു എ ക്ലീൻ പീസ് ഓഫ് വൈറ്റ് ഫിൽറ്റർ പേപ്പർ ഉണ്ടല്ലോ. നമ്മളാണ് ബ്ലഡ് ആണെങ്കിൽ ഒരു ക്ലീൻ പീസ് ഓഫ് ഫിൽറ്റർ പേപ്പർ നമുക്ക് കിട്ടത്തില്ല, ആ ഫിൽറ്റർ പേപ്പറിലോട്ട് വെക്കുക. അല്ലെങ്കിൽ ഗോസ് പാഡോ അല്ലെങ്കിൽ അതർ ക്ലീൻ സ്റ്റെറൈൽ കോട്ടൺ ക്ലോത്തോ, നമ്മളിപ്പം EDT ട്യൂബിലെടുക്കാം, ഫിൽറ്റർ പേപ്പറിലെടുക്കാം, അതുപോലെ തന്നെ ഗോസിലൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മൾ ഡ്രൈ ചെയ്യണം അറ്റ് റൂം ടെമ്പറേച്ചർ. പ്ലേസ് ഇൻ എ പേപ്പർ ബാഗ്. എന്നിട്ട് അതൊരു പേപ്പർ ബാഗിലോ, ഒരു ബാഗ് എന്ന് പറയുമ്പോൾ പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ ബാഗിൽ അല്ലെങ്കിൽ ഒരു ബോക്സിലോ അത് പിന്നീട് സീൽ ചെയ്യണം. എന്നിട്ടത് ലേബൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് ഒരിക്കലും ചൂടാക്കരുത്. അതുപോലെ തന്നെ ഒരിക്കലും അത്
ഈ ബ്രൈറ്റ് സൺലൈറ്റിലൊന്നും കൊടുക്കരുത്. മനസ്സിലായോ? പ്ലേസ് ഒൺലി വൺ ഐറ്റം ഒരു ഐറ്റം ഒരു കണ്ടെയ്നറിൽ എടുക്കാവൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉപയോഗിക്കരുത്. കാരണം അവിടെ മോയ്സ്ചർ ഉണ്ടാവും. അങ്ങനെ വന്നാൽ ആ സാമ്പിൾ സ്പോയിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്നിട്ട് എക്സാമിനേഷന് വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കുക വിത്ത് എ കൺട്രോൾഡ് ഫിൽറ്റർ പേപ്പർ ഫോർ കളക്ഷൻ അതർ മെറ്റീരിയൽ. ഓക്കെ. ഇനിയിപ്പോൾ ഡ്രൈഡ് ബ്ലഡ് ആണെങ്കിലോ, ഡ്രൈഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ബ്ലഡിൻ്റെ കാര്യമാണ് മുമ്പേ പറഞ്ഞത്. ഡ്രൈഡ് ബ്ലഡ് ആണെങ്കിൽ നമ്മളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം തുണിയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ഗാർമെൻറ്റ്, അതിൻ്റെ കളറ്, അതിൻ്റെ കൺസിസ്റ്റൻസി, ഡ്രൈ, ഡാമ്പ്, കേക്ക്ഡ്, അതുപോലെ തന്നെ ആ തുണി എവിടെയെങ്കിലും ടിയർ ഉണ്ടോ അത് നമ്മൾ പ്രസൻറ്റ് ഉണ്ടെങ്കിൽ അത് ആ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ സർഫസ്, അകത്തും പുറത്തുമായിട്ടുള്ള സർഫസിൽ അതെല്ലാം എക്സാമിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റെയിനിൻ്റെ അതിൻ്റെ സൈസ് എത്രയാണെന്നും അതിൻ്റെ ഷേപ്പ് എന്താണെന്നും അതിൻ്റെ അവിടെ എവിടെയാണ് ആ സ്റ്റെയിൻ പൊസിഷനും ഒക്കെ നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. ഇൻ റിലേഷൻ ടു ദ അനാറ്റമിക്കൽ ലാൻഡ്മാർക്ക്. Example, a stain on sweater may be described as a 3 into 2 cm blood stain present 1 cm above the elbow region. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സ്വെറ്ററാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെവിടെയാണെന്നുള്ളത് 1 cm above the elbow region in relation to the buttons, pocket, seams, smear. അതുപോലെ തന്നെ if stain is in the form of a smear, record the direction of the സ്വൈപ്പ്. ഇനിയും വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നോൺ പോറസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ, ലൈക്ക് മെറ്റലിലൊക്കെ ആണെങ്കിൽ, ആ സ്റ്റെയിൻ നമുക്ക് സ്ക്രേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ, ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ പ്രിസർവ് ചെയ്യണം. ഇനിയിപ്പോൾ അതൊരു പോറസ് ഒബ്ജക്റ്റ് ആണ്. എക്സാമ്പിൾ നമ്മൾ ഈ ക്ലോത്തൊക്കെ കിഴുത്തെ ഉള്ളതാണെങ്കിൽ അത് നമ്മൾ പ്രിസർവ് ചെയ്യണം. നോൺ സ്റ്റെയിൻഡ്. അതുപോലെ തന്നെ നമ്മളൊരു നോൺ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കൺട്രോളായിട്ട് വെക്കണം. ഇഫ് ക്ലോത്ത് ഈസ് ടു ക്ലോസ്ലി കനോട്ട് ബി ഡിസ്ട്രോയ്ഡ്, യൂസ് ദ ജനറൽ മെത്തേഡ് ഡിസ്ക്രൈബ്ഡ് അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ നമ്മളൊരു സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഭാഗം എടുക്കണം, നോൺ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബ്ലഡ് ഇല്ലാത്ത സ്റ്റെയിൻഡ് അല്ലാത്ത ഭാഗം എടുക്കണം. ഓക്കെ. ഇനി സോൾവെൻറ്റ്സ് ഫോർ ബ്ലഡ് സ്റ്റെയിൻസ്: അമോണിയ, വീക്കൻ സൊല്യൂഷൻ, ഗ്ലിസറീൻ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പൊട്ടാസ്യം സയനൈഡ്, വിബേർട്സ് ഫ്ലൂയിഡ്. അതെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡും മെർക്കുറി ക്ലോറൈഡും പ്ലസ് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. താങ്ക് യു.